പുത്രകാമേഷ്ടി യാഗം നടത്തുമ്പോൾ ആ യാഗത്തിൽ ദേവതയ്ക്ക് ഹോമിച്ച ഹവിസ് ദ്രവ്യം അത് നിവേദ്യാനന്തരം ഭാര്യമാർക്ക് വീതിച്ചു കൊടുക്കാൻ ദശരഥൻ തയ്യാറാകുന്നു. കഥയുടെ മറ്റൊരു ഭാഗത്ത് ആ യാഗകുണ്ഡത്തിൽ നിന്ന് ഒരു പുരുഷൻ ദേവൻ ഉയർന്നു വന്നുവെന്നും പായസമടങ്ങിയ പാത്രം കയ്യിൽ കൊടുത്തുവെന്നും ആ പായസമാണ് വീതിച്ചു കൊടുത്തുവെന്നും കഥാന്തരമുണ്ട്. അപ്പോൾ ഈ പായസം അവിടെ കണ്ട രണ്ട് ഭാര്യമാർക്ക് വീതിച്ചു കൊടുക്കുന്നു, കൗസല്യയ്ക്കും കൈകേയിക്കും. സുമിത്ര അവിടേക്ക് കടന്നെത്തുമ്പോൾ ഈ രണ്ടു പേർ, കൗസല്യയും കൈകേയിയും ഈ സുമിത്രയ്ക്കായി ഓരോരോ ഭാഗം വീതം വീതിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് കൗസല്യയ്ക്ക് ശ്രീരാമചന്ദ്രൻ ജനിക്കുന്നു, കൈകേയിക്ക് ഭരതൻ പിറക്കുന്നു. രണ്ടുപേരിൽ നിന്ന് പായസം സ്വീകരിച്ച സുമിത്രയ്ക്ക് ലക്ഷ്മണനും ശത്രുഘ്നനും മക്കളായി ജനിക്കുന്നു. ആധുനിക കാലഘട്ടത്തിൽ ഇന്ന് സർവവ്യാപകമായിരിക്കുന്ന ചികിത്സാ പദ്ധതി ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ അഥവാ IVF, അതായത് ഒരു പുരുഷൻ്റെ ബീജത്തെ സ്വീകരിക്കുകയും അത് അനുയോജ്യമായൊരു സാഹചര്യത്തിൽ അത് ഭാര്യമാരിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് സന്തതികളെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന പുതിയ രീതിയോട് നമുക്ക് ഈ പുത്രകാമേഷ്ടി യാഗത്തെ സാമ്യപ്പെടുത്താവുന്നതാണ് എന്നുള്ളതിൽ സംശയമില്ല. ഒരു പുരുഷനിൽ നിന്ന് സ്വീകരിക്കുന്ന പുംബീജം അത് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാം. അനുയോജ്യമായൊരു സാഹചര്യത്തിൽ അതിലെ ഓരോന്നെടുത്ത് അണ്ഡവുമായി സംയോജിപ്പിച്ച് സൈഗോട്ട് അഥവാ സിക്താണ്ഡമാക്കി ഡെവലപ്പ് ചെയ്ത് എംബ്രിയോ ആക്കി തുടർന്ന് കുഞ്ഞാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും. ഒരു സ്ത്രീയുടെ ഉദരത്തിൽ 2 ബീജത്തെയാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ തീർച്ചയായും ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞ് അത് ടിൻസിനെ അല്ലെങ്കിൽ ഇരട്ടക്കുട്ടികളെ തന്നെയായിരിക്കും എന്ന നൂതന ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന ചികിത്സാ രീതിയോട് നമുക്കിതിനെ സാമ്യപ്പെടുത്താം. മേടമാസത്തിലെ പുണർദം നക്ഷത്രത്തിലാണ് ശ്രീരാമചന്ദ്രൻ്റെ ജനനം. പൂയം നക്ഷത്രത്തിൽ ഭരതൻ ജനിക്കുന്നു. ആയില്യം നക്ഷത്രത്തിൽ ലക്ഷ്മണ ശത്രുഘ്നന്മാർ ജനിക്കുന്നു. ഒരു കുടുംബത്തിൽ പിറന്ന ഈ 4 പേരും 4 ശരീരവും ഒരു മനസ്സും എന്ന പോലെയാണ് വളർന്നത്. ആയോധന വിദ്യകളിൽ ഇവർ അഗ്രേസരന്മാരായിരുന്നു. ശ്രീരാമചന്ദ്രനോടൊപ്പം ലക്ഷ്മണനും ഭരതനോടൊപ്പം ശത്രുഘ്നനും പിന്നീട് ചേർന്നു. എങ്കിലും ഇവർ 4 പേർക്കും ഒരേ മനസ്സാണ്. ഇവർ 4 പേരും ധനുർവേദത്തിൽ അപാരമായ പാണ്ഡിത്യമുള്ളവരായിരുന്നു. തന്നെയുമല്ല, ന്യായതന്ത്രം, രാജഭരണ നീതി ഇവയൊക്കെ ശരിയായ വിധത്തിൽ മനസ്സിലാക്കുവാൻ വളരെ ചെറുപ്പത്തിലേ ഇവർക്ക് സാധിച്ചിരുന്നു. ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ രാഷ്ട്രതന്ത്രം കൈകാര്യം ചെയ്യുന്ന, നമ്മുടെ ദേശത്തിൻ്റെ ഭരണ രീതികൾ കൈകാര്യം ചെയ്യുന്ന പലരും ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം ഭരണനിർവഹണം നടത്തിപ്പോരുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലുള്ള ആൾക്കാർ പോലും ശരിയായ വിധത്തിൽ അറിവ് നേടുന്നില്ല എന്നുള്ളത് വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ്. സാധാരണ ജനങ്ങളെ സംരക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ആ സാധാരണക്കാരുടെ മനഃശാസ്ത്രത്തെ, ആ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ കാര്യത്തെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കുകയും കരുണാത്മകമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള കാഴ്ചപ്പാടുകൾ അനിവാര്യമാണ് എന്ന് ചിന്തിക്കുകയും ചെയ്യണം. ശ്രീരാമചന്ദ്രൻ വസിച്ചിരുന്ന അയോധ്യയിലെ കുലഗുരു വസിഷ്ഠ മഹർഷിയായിരുന്നു എങ്കിലും ശ്രീരാമചന്ദ്രൻ്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ്
നിർണായകമായ നിമിഷങ്ങളെ പ്രദാനം ചെയ്തത് വിശ്വാമിത്ര മഹർഷിയായിരുന്നു. ഒരിക്കൽ വസിഷ്ഠ മഹർഷിയെ കാണാനും ഒപ്പം ദശരഥ മഹാരാജാവിനെ കണ്ട് ചില കാര്യങ്ങൾ ഉണർത്തിക്കുന്നതിനും വേണ്ടി വിശ്വാമിത്ര മഹർഷി അയോധ്യയിലെത്തുന്നു. വിശ്വാമിത്ര മഹർഷി എല്ലാവരും ഹാർദമായി സ്വീകരിക്കുന്നു. വിശ്വാമിത്ര മഹർഷി സംഭാഷണ മധ്യേ ഒരു കാര്യം പറയുന്നു. താൻ വസിക്കുന്ന വനത്തിൽ താടക എന്നു പേരുള്ള ഒരു ക്രൂരയായ രാക്ഷസി ഉണ്ടെന്നും അവളോടൊപ്പം സുബാഹുവും മാരീചൻ എന്ന രാക്ഷസന്മാരുടെ നേതൃത്വത്തിൽ അസംഖ്യം രാക്ഷസന്മാർ ആ യാഗം നടത്തുന്നതിന് സമീപം വന്ന് മലമൂത്രാദികൾ വിസർജിച്ച് യാഗത്തെ മുടക്കുന്നു എന്നും വിശ്വാമിത്രൻ പറയുന്നു. അപ്പം അതിനൊരു ശാശ്വതമായ പരിഹാരം കാണാൻ ദശരഥ നന്ദനന്മാരായ രാമലക്ഷ്മണന്മാരെ തന്നോടൊപ്പം അയക്കണമെന്ന് വിശ്വാമിത്രൻ ആവശ്യപ്പെടുന്നു. ദശരഥൻ ആദ്യം വിസമ്മതിച്ചു. രാമലക്ഷ്മണന്മാർക്ക് പ്രായം നന്നേ കുറവാണ്. അവർ ഇങ്ങനെ ഒറ്റയ്ക്ക് ഈ യുദ്ധത്തിനിറങ്ങാൻ ആയിട്ടില്ല. എങ്കിലും കുലഗുരുവായ വസിഷ്ഠ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം രാമലക്ഷ്മണന്മാർ വിശ്വാമിത്രനോടൊപ്പം പോവുകയാണ്. ആ യാത്രക്കിടയിൽ വിശ്വാമിത്രൻ വിശപ്പിനെയും ദാഹത്തെയും ചെറുക്കുവാനുള്ള വിശിഷ്ടമായ മന്ത്രം അവർക്ക് ഉപദേശിച്ചു കൊടുക്കും. ആ മന്ത്രത്തിൻ്റെ പേര് ബലയെന്നും അതിബലയെന്നുമായിരുന്നു. തുടർന്ന് അവർ യാഗസ്ഥലത്തേക്ക് എത്തി. വിശ്വാമിത്രൻ യാഗം ആരംഭിച്ചു. ആ യാഗം മുടക്കാൻ വേണ്ടി വന്നെത്തിയ താടക എന്ന ഘോരരൂപിണിയെ രാമലക്ഷ്മണന്മാർ കണ്ടു. രാമലക്ഷ്മണന്മാർ അവളുടെ നേർക്ക് അസ്ത്രങ്ങൾ അയക്കുന്നു. വിശ്വാമിത്രൻ ഉറക്കെ വിളിച്ചു പറയുന്നു, ഒരു പെണ്ണ് എന്ന് വിചാരിച്ച് അവൾ ക്രൂരയാണ്, അവളോട് കാരുണ്യമരുത് എന്ന് വിളിച്ചു പറയുന്നു. ഏറ്റവും ഒടുവിൽ രാമസായകം ഏറ്റ് താടക എന്ന ഘോരരൂപിണി ബീഭത്സയായ ശരീരത്തോടു കൂടിയ അവൾ ചത്തു വീഴുന്നു. തുടർന്ന് മാരീചനും സുബാഹുവും പാഞ്ഞെത്തുകയും സുബാഹുവിനെ വധിക്കുകയും മാരീചനെ നാടുകടത്തുകയും ചെയ്യുന്നു. ഇവിടെ വിശ്വാമിത്രൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ഒരു കുറ്റകൃത്യം, ഒരു പൊതുവായ കുറ്റകൃത്യത്തിൻ്റെ പിന്നിൽ അത് ആണായാലും പെണ്ണായാലും സഹതാപം പാടില്ല. അവർക്ക് അർഹിക്കുന്ന ശിക്ഷ തന്നെ നമ്മൾ നൽകണം. അത് സമൂഹത്തിന് മാതൃകയായി മാറണം. ഇന്നിപ്പോൾ ലിംഗനീതിക്ക് വേണ്ടി ആൾക്കാർ പരക്കം പായുമ്പോൾ, അതിനുവേണ്ടി കോലാഹലങ്ങൾ നടത്തുമ്പോൾ, പണ്ടൊരു ക്രൂരയായ ഘോരരൂപിണിക്ക് മാപ്പ് കൊടുക്കുവാൻ വേണ്ടി നിന്ന ശ്രീരാമചന്ദ്രനോട് വിശ്വാമിത്രൻ പറയുന്ന കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. നമുക്കറിയാം, ഒരു കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങൾക്കും സയനൈഡ് കൊടുത്തു കൊന്ന മോളിയെയും കാമുകനോടൊപ്പം പാർക്കാൻ വേണ്ടി ഭർത്താവിന് വിഷം കൊടുത്തവളെയും മറ്റൊരുവനെ ഭർത്താവായി കണ്ടുപിടിക്കുവാൻ വേണ്ടി കാമുകനെ ചേർത്ത് നിർത്തി സെൽഫി എടുത്ത് ജ്യൂസിൽ വിഷം കലർത്തി കൊടുത്ത അഭിനവ കാമുകിമാരെയും ഒക്കെ നമുക്കറിയാം. അപ്പോൾ സ്ത്രീയാണെങ്കിലും ദുഷ്ടതയുടെ പര്യായങ്ങളായി മാറിയാൽ അവൾക്ക് മാപ്പില്ല എന്ന് ഇവിടെ ഉച്ചൈസ്തരം ഉദ്ഘോഷിക്കുകയാണ് ഈ താടകാവധത്തിലൂടെ വിശ്വാമിത്രൻ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം.